ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ഭാഗമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. 20ഓളം ചോദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏത് വർഷം മുതലാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനം അല്ലെങ്കിൽ വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആചരിച്ചു തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആചരിച്ചു തുടങ്ങിയത്? ഏത് വർഷം മുതലാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 2000 മുതലാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആചരിച്ചു തുടങ്ങിയത്. ഓക്കെ അല്ലേ? എന്നാണ് പ്രഥമ ശുശ്രൂഷ ദിനം ആയി ആചരിക്കുന്നത്? അതായത് സെപ്റ്റംബറിൽ 2ാമത്തെ ശനിയാഴ്ചയാണ്. സെക്കൻഡ് സാറ്റർഡേ ആണ് ആചരിക്കുക. സെക്കൻഡ് സാറ്റർഡേ സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2025 എന്നായിരുന്നു? 2025 സെപ്റ്റംബർ 13 കേട്ടോ. വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ 2025 സെപ്റ്റംബർ 13 2000 മുതലാണ് ഇത് ആചരിച്ച് തുടങ്ങിയത്. സെറ്റല്ലേ? പ്രഥമ ശുശ്രൂഷ ദിനാഘോഷം ആരംഭിച്ചത് ആരാണ്? റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയാണ് 2000 മുതൽ പ്രഥമ ശുശ്രൂഷ ദിനാഘോഷം ആരംഭിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനറ്റിൻ്റെ ജന്മദിനമായ മെയ് 8 ഏതു ദിനമായാണ് ആചരിക്കുന്നത്? ഏതു ദിനമായിട്ടാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ലോക റെഡ് ക്രോസ് ദിനമായിട്ടാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യൂനറ്റ് ആണ്. അതുപോലെ തന്നെ മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. ലോക പ്രഥമ ശുശ്രൂഷ ദിനം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. എന്നാണ്? സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ച. ഓക്കെ അല്ലേ? 2025 എന്നായിരുന്നു? സെപ്റ്റംബർ 13 ഓർക്കണം. അന്താരാഷ്ട്ര നേഴ്സ് ദിനം എന്നാണ്? നേഴ്സസ് ഡേ എന്ന് വരുന്നത് മെയ് 12 ലോക റെഡ് ക്രോസ് ദിനം മെയ് 8 നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. 1863 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ സ്ഥാപിതമായ റെഡ് ക്രോസ് സംഘടനയ്ക്ക് എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്? എത്ര തവണയാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ റെഡ് ക്രോസ് സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എത്ര തവണയാണ്? എത്രയാണ്? ഓപ്ഷൻ ബി 3 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് വർഷങ്ങൾ? 1917, 1944, 1963. 1917, 1944, 1963 ഈ 3 വർഷങ്ങളിലാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ അല്ലേ? റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1863 റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത്. നാലാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റി 2005 മുതൽ ഔദ്യോഗികമായി അംഗീകരിച്ച ചിഹ്നം ഏതാണ്? ഏത് ചിഹ്നമാണ്? ഓപ്ഷൻ സി റെഡ് ക്രിസ്റ്റൽ ആണല്ലേ. ഓപ്ഷൻ സി റെഡ് ക്രിസ്റ്റൽ. എന്ന് മുതലാണ് റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത്? 1863. ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ചിഹ്നം നമ്മൾ പഠിച്ചു, റെഡ് ക്രിസ്റ്റലാണ്. ചിഹ്നം റെഡ് ക്രിസ്റ്റൽ. 1917, 1944, 1963 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ സ്ഥാപകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഹെൻറി ഡ്യൂനറ്റ്. ഇത്രയും കാര്യങ്ങൾ റെഡ് ക്രോസ് സൊസൈറ്റിയുമായിട്ട് പഠിച്ചു വയ്ക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷവും അതിൻ്റെ ആസ്ഥാനവും എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ 1920 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം,
പ്രകൃതിക്ഷോഭമോ വെള്ളപ്പൊക്കമോ മൂലം ജീവൻ അപകടത്തിലായവരെ രക്ഷിക്കുന്നതിനും പരിചരിക്കുന്നതിനും 1774 ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. റോയൽ ഹ്യൂമൻ സൊസൈറ്റി ആണ്. റോയൽ ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റോയൽ ഹ്യൂമൻ സൊസൈറ്റി രൂപം കൊണ്ടത് എന്നാണ്? 1774 1774 രൂപം കൊണ്ടത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് രൂപം കൊണ്ടത്. ഇത്ര കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 7ാമത്തെ ചോദ്യം, വ്യവസായ സ്ഥാപനങ്ങളിലെ പ്രഥമ ശുശ്രൂഷ കിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഓഷ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പൂർണ്ണരൂപം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? 8ാമത്തെ ചോദ്യം, ലോക പ്രഥമ ശുശ്രൂഷ ദിനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്? ശരിയാണ് ചോദിച്ചത്. ഓക്കെ. 1ാമത്തെ പ്രസ്താവന, സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത്. ശരിയാണ്, നമ്മൾ പഠിച്ചതല്ലേ. 2000 മുതലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഈ ദിനാചരണം ആരംഭിച്ചത്. അതും ശരിയാണ്, 2000 മുതലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2025 ഈ ദിനത്തിൻ്റെ പ്രമേയം പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവും എന്നതാണ്. അതും ശരിയാണ്. 2025 ഈ ദിനത്തിൻ്റെ പ്രമേയം പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവുമാണ്. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം എന്ന ശരിയാണ് ഓപ്ഷൻ. ഓക്കെ. നമ്മളിതിൽ പഠിക്കേണ്ടത് എന്താണ്? എക്സ്ട്രാ പഠിക്കേണ്ടത് 2025 ലോക പ്രഥമ ശുശ്രൂഷ ദിനത്തിൻ്റെ പ്രമേയം പഠിച്ചു വയ്ക്കുക. പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവുമാണ്. ദിവസം ഓർത്ത് വയ്ക്കുക, സെപ്റ്റംബർ 13 ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. 9ാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി വാണിജ്യതലത്തിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് രൂപവൽക്കരിച്ച വ്യക്തിയും അത് അവതരിപ്പിച്ച കമ്പനിയും ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റോബർട്ട് വുഡ് ജോൺസൺ. അതുപോലെ തന്നെ കമ്പനിയുടെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് കേട്ടോ. വർഷം ഓർത്ത് വയ്ക്കുക, 1888 ആദ്യമായിട്ട് വാണിജ്യതലത്തിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് രൂപവൽക്കരിച്ച വ്യക്തിയും ആ വ്യക്തിയുടെ കമ്പനിയും. റോബർട്ട് വുഡ് ജോൺസൺ ആണ്. കമ്പനിയുടെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നിലവിലെ മുദ്രാവാക്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നിലവിലെ മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വിത്ത് ഹ്യൂമാനിറ്റി ടുവാർഡ്സ് പീസ് എന്നാണ് നിലവിലെ മുദ്രാവാക്യം. പഴയ മുദ്രാവാക്യമാണ് ചാരിറ്റി ഇൻ വാർ എന്നത്. ഓക്കെ അല്ലേ? റെഡ് ക്രോസ് സൊസൈറ്റി എന്നാണ് നിലവിൽ വന്നത് 1863 ആസ്ഥാനം എന്നാണ് ജനീവയാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കളിൽ പെടാത്തത് ഏതാണ്? ആൻറ്റിസെപ്റ്റിക് ലോഷൻ ആൻഡ് സോപ്പ് ഉൾപ്പെടേണ്ടതാണ്. CPR മാസ്കും തെർമോമീറ്ററും അതും ഉൾപ്പെടേണ്ടതാണ്. കത്രിക, ബാൻഡേജ് ആൻഡ് പഞ്ഞി അതും ഉൾപ്പെടേണ്ടതാണ്. ഉയർന്ന അളവിലുള്ള ആൻറ്റിബയോട്ടിക് ഗുളികകൾ അത് ഒരു സാധാരണ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡിൽ ഉണ്ടായിരിക്കുമോ? ഇല്ലല്ലേ, തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ശക്തമായ മരുന്നുകളൊന്നും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ പതാകയുടെ നിറം വെള്ളയാണ്.
ശരിയാണ്. ഇതിൻ്റെ പതാകയുടെ നിറം വെള്ളയാണ്. ഇതിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡ്യൂനറ്റ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ, അതും ശരിയാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം മുംബൈ ആണ്. ഏതാണ് ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ശരിയായത്? ഇതിൻ്റെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം മുംബൈ ആണോ? തെറ്റാണ് അല്ലേ. എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലേ. ശരിയായ ഉത്തരം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇതാണ് തെറ്റായത്. ശരിയായ പ്രസ്താവനകൾ 1, 2 എന്നിവ മാത്രം. 1, 2 എന്നിവ മാത്രം. ഓക്കെ അല്ലേ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് എന്നാണ്? 1920 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് 1863 സ്ഥാപകൻ ഹെൻറി ഡ്യൂനറ്റ് ആണ്. പതാകയുടെ നിറം വെള്ളയാണ്. പിന്നെ അതുപോലെ തന്നെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. പിന്നെ ചിഹ്നം ഓർത്ത് വയ്ക്കുക, റെഡ് ക്രിസ്റ്റലാണ് ചിഹ്നം. റെഡ് ക്രിസ്റ്റലാണ് ചിഹ്നം. സെറ്റല്ലേ. 13ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയെ അവയുടെ വർഷങ്ങളുമായി ശരിയായിട്ട് ജോഡി ചേർക്കുക. ശരിയായി ജോഡി ചേർക്കുക. റോയൽ ഹ്യൂമൻ സൊസൈറ്റി രൂപീകരണം നമ്മൾ പഠിച്ചതാണല്ലേ. എന്നാണ്? 1774 1 C ആണ് കറക്റ്റായത്. ജോൺസൺ ആൻഡ് ജോൺസൺ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഏത് വർഷമാണ് വന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. 2 D ആണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്നാണ്? ഇന്ത്യൻ 1920 ഓപ്ഷൻ എ ആണ് അല്ലേ. 3 Aയിലോട്ട് പോകും. 4ാമത്തത് ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഏതാണ്? 2000 നമ്മളതും പഠിച്ചതാണ്. 4ാമത്തത് ബി. 1 C 2 D. 1 C വരുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. 2 D വരുന്നത് എയിൽ മാത്രമാണ്. അപ്പോൾ ശരിയായ ആൻസർ എ ആണ്. ഓക്കെ അല്ലേ. 14ാമത്തെ ചോദ്യം. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1ാമത്തത് ജീവൻ നിലനിർത്തുക. ശരിയാണല്ലേ, ജീവൻ നിലനിർത്തുക. അതുപോലെ തന്നെ 2ാമത്തത് രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക. വേണ്ടി സഹായിക്കുക. അതും ശരിയാണ്. 3ാമത്തത് എന്താണ്? ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. അതും ശരിയാണ്. സെറ്റല്ലേ. ഇത് 3ഉം ശരിയാണല്ലേ. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ഡി. 1, 2, 3 എല്ലാം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരിക. ഈ സംഭവത്തിനാണ് നമ്മൾ 3Ps എന്ന് പറയുന്നത്. ഇതാണ്. അതായത് ഇതിൽ ഓരോ 3 Pകൾ ഉണ്ടായിരിക്കും. ഒരു P എന്ന് പറയുന്നത് എന്താണ്? പ്രിസർവ് ലൈഫ് എന്നാണ്. 2ാമത്തെ P പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചുറി. രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക. അതാണ് പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചുറി. 3ാമത്തതാണ് പ്രൊമോട്ട് റിക്കവറി. ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. 3Ps എന്ന് വിളിക്കും. 3Ps. ഓക്കെ അല്ലേ. 15ാമത്തെ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന നിയമങ്ങളായ 3C ചെക്ക്, കോൾ, കെയർ എന്നതിൽ ചെക്ക് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാണ്? നമുക്ക് പ്രഥമ ശുശ്രൂഷയുടെ നിയമങ്ങളായിട്ടുള്ള 3C പഠിക്കാനുണ്ട്. അതിലത്തെ ഒരു C എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് എന്നാണ്. അടുത്ത C എന്ന് പറയുന്നത് കോൾ. 3ാമത്തെ C എന്ന് പറയുന്നത് കെയർ. ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? പരിശോധിക്കുക എന്നാണ് അർത്ഥം. അതായത് വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ വ്യക്തിയെ ആശ്വസിപ്പിക്കുക, ഒപ്പം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നതൊക്കെയാണ് ചെക്കിൽ ഉൾപ്പെടുന്നത്. കോൾ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക, വൈദ്യസഹായം ക്രമീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പരിചരണമാണ് കെയർ എന്ന് പറഞ്ഞാൽ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ രോഗിയെ പരിചരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ. ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അതുപോലെ തന്നെ കെയർ എന്ന് പറഞ്ഞാൽ പരിചരണം. ഓക്കെ അല്ലേ. ഇതാണ് 3C എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന നിയമങ്ങളായ 3C എന്നതിൽ ചെക്ക് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചെക്ക് എന്തായിരുന്നു? പരിശോധിക്കുക എന്നാണല്ലേ. പരിശോധനയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. വൈദ്യസഹായം ലഭ്യമാക്കുക അല്ലല്ലേ, അത് പരിശോധനയുമായി ബന്ധപ്പെട്ടതല്ല. വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുക, അതേതാണ്? യെസ്,
ഓപ്ഷൻ ബി ആണ് ശരിയായത് അല്ലേ? അതല്ലേ ചെക്ക്? വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുക. അതാണ് 3 സിയിലെ ഒരു സി ചെക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം ബി ആണ്. 16ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈനായ ദിശ എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ദിശ എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഹെൽത്ത് അവയർനെസ്. ദിശേൻ്റെ ഫുൾ ഫോം പഠിക്കുക. അതുപോലെ തന്നെ ദിശേൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ദിശേൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1056 1056. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ദിശേൻ്റെ സൈറ്റും ഒന്ന് ഓർത്ത് വയ്ക്കുക. www.disha പിന്നെ ഫ്രീ കോളിംഗ് നമ്പർ ആയിട്ടുള്ള 1056.com എന്നാണ് സൈറ്റിൻ്റെ. ഇതും ഓർത്ത് വയ്ക്കുക, ഫുൾ ഫോം. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ, സൈറ്റും കൂടി ഓർത്ത് വയ്ക്കുക. 17ാമത്തെ ചോദ്യം, LPG ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ അടിയന്തരമായി ബന്ധപ്പെടേണ്ട രാജ്യവ്യാപക ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? രാജ്യവ്യാപകമായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് LPG ലീക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1906 ആണ് LPG ലീക്കായാൽ വിളിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ, എമർജൻസി നമ്പർ. ഓക്കെ അല്ലേ? ദിശേൻ്റെ 1056, ദിശയാണെങ്കിൽ 1056. അതുപോലെ തന്നെ LPG ലീക്കായിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 1906 രണ്ടിൻ്റെയും അവസാനം 6 ഉണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് 1 ഉണ്ട്, പിന്നെ 9 0, അവിടെ 0 5 ഓക്കെ അല്ലേ? 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകുക. അതെന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ ആണല്ലേ, ശരിയായ പ്രസ്താവനയാണ്. ശുദ്ധവായു ലഭിക്കാനായി രോഗിക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം. അതും ശരിയാണ്. രക്തസ്രാവം തടയാൻ ശ്രമിക്കണം. അതും ശരിയാണ്. ഓപ്ഷൻ ഡി, ഡോക്ടർ വരുന്നതുവരെ രോഗിക്ക് കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ നൽകണം. ശരിയാണോ? അല്ലല്ലേ, തെറ്റാണ്. കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങളൊന്നും ഒഴിവാക്കണം. അതായത് ഒരു അപകടം പറ്റി നിൽക്കുന്ന സമയത്തൊക്കെ ഡോക്ടർ വരുന്നവരെയുള്ള ആ സമയത്ത് കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. 19ാമത്തെ ചോദ്യം നമ്മൾ പഠിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് പറയണം. 19 എന്നിട്ടിട്ട് ഏതാണ് ആൻസർ വെച്ചാൽ അത് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? ചോദ്യം വായിച്ചു തരാം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ആണേ, ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 19 എന്ന് എഴുതിയിട്ട് ഏതാണ് ഓപ്ഷൻ വെച്ചാൽ അത് ഇടണം, കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ 20ാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. 20 എന്ന് ഇട്ടിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഓക്കെ അല്ലേ? അതിൻ്റെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പതാകയുടെ നിറം ഏത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓപ്ഷൻ എ ചുവപ്പ്, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി പച്ച. ഓക്കെ അല്ലേ? നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് എന്തിനറിയോ? അത് ഇപ്പോൾ നമ്മൾ നോർമൽ കണ്ട് കേട്ട് പഠിച്ചു പോയാൽ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അത് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ, നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ സംഭവം നമ്മൾ കൈ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചെടുത്ത് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരിക്കലും ആ കാര്യം മറക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 19ാമത്തെ ചോദ്യവും അതുപോലെ തന്നെ 20ാമത്തെ ചോദ്യവും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, MEM അതും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള GK PYക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. അതൊക്കെ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ട് വരിക.